ഏരൂർ പഞ്ചായത്തിലെ ആവാസ വ്യവസ്ഥയെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് ഇഴജന്തുക്കളുടെ ഭീഷണി മാറിയെന്നാണ് സ്ഥലം സന്ദർശിച്ച NK പ്രേമചന്ദ്രൻ MP പറഞ്ഞത്. അധികൃതർ ഉടൻ തന്നെ ഇടപെടണമെന്നും MP ആവശ്യപ്പെട്ടു. മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഈ പ്രദേശത്തെ ആവാസ വ്യവസ്ഥയെ പോലും പ്രതികൂലമായി ബാധിക്കുന്ന നിലയിൽ ഈ പാമ്പിന്റെയും അതുപോലെയുള്ള ജന്തുക്കളുടെയും ശല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തും ഗവൺമെന്റും ഗൗരവത്തോടുകൂടി ഈ പ്രശ്നം പരിശോധിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. കുറ്റിക്കാടൊക്കെ വെട്ടിമാറ്റാനുള്ള നടപടി തുടങ്ങിയെന്നും ആവശ്യമായ പണം അനുവദിച്ചിട്ടുണ്ട് എന്നുമാണ് ഏരൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രതികരണം. നമുക്കിത് ആദ്യ മരണം സംഭവിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു ജനങ്ങളിൽ ഭീതി പരന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ ഒരു 2 പേരെ ചുമതലപ്പെടുത്തി ഇവിടെ കാടടിക്കുന്ന മെഷീൻ വെച്ച് കാടടിക്കുന്ന സാഹചര്യം ഉണ്ടായി, ഈ റോഡ് സൈഡിലെല്ലാം. അതിനുശേഷം അതിനുവേണ്ടി വന്ന ഒരു സജു രാജൻ എന്ന് പറഞ്ഞ ഒരു 35-കാരനാണ് രണ്ടാമത് പാമ്പിൻ്റെ കടിയേറ്റ് മരണപ്പെടുന്നത്. അപ്പോൾ തന്നെ പഞ്ചായത്ത് അടിയന്തരമായി ഈ റോഡിൻ്റെ ഇരു സൈഡിലും ഐറിഷ് ചെയ്യുന്നതിന് വേണ്ടി 5 ലക്ഷം രൂപ അടിയന്തരമായി അനുവദിച്ചു. കൂടാതെ നമ്മുടെ ഈ കാട്, പല പ്രദേശങ്ങളിൽ കാടെടുക്കുന്നതിന് ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരെല്ലാം കാണും. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി 2 ഈ കാടടിക്കുന്ന യന്ത്രം പഞ്ചായത്ത് ഭരണസമിതി വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്കിവിടെ റീസർവേ നടന്നു വരികയാണ്. മുഴുവൻ പുരയിടങ്ങളിലെയും കാട് കയറി കിടക്കുന്ന സ്ഥലങ്ങൾ വൃത്തിയാക്കുന്നതിന് പുരയിട വസ്തു ഉടമകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പാമ്പിനെ പേടിച്ച് ജീവിക്കാതിരിക്കാൻ ആ നാട്ടുകാർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണ്ടേ എന്ന ചോദ്യമാണോ മനസ്സിൽ വരുന്നത്? വാവാ സുരേഷ് ഇല്ലേ നാട്ടിൽ നിന്ന് ബൈജുമോൻ ചോദിക്കുന്നുണ്ട്. വാവാ സുരേഷ് മാത്രം പോരല്ലോ, മറ്റു ചില സംവിധാനങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം.